സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഉള്ളിൽ നിറച്ച ആളുകൾക്ക് യാന്ത്രികമായി വരുന്ന ആഘോഷമാണ് നബിദിനാഘോഷം. റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾ. ഇതാ 1500ാമത്തെ മീലാദെന്ന് കേട്ടപ്പോഴേക്ക് നാടും നഗരവും വീടും മുഴുവനും സന്തോഷം കൊണ്ട് നിറയുകയാണ്. കാരണം ഉലകത്തിന്റെ ഉടയവൻ, ഉലകത്തിന് കരുണയായി വെച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിന്റെ 1.5 സഹസ്രാബ്ദം പൂർത്തിയാവുകയാണ്. ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കൂടി ഒരു കാര്യം കൂടി പറയാം. മീലാദാഘോഷത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ആഘോഷം എന്ന പേരിൽ നടക്കാൻ പാടില്ല. ആഭാസങ്ങൾ എന്തോ നടത്തിയിട്ട് ഇത് നബിദിനാഘോഷമാണെന്ന് പറയരുത്. ഇതാണോ പ്രവാചക സ്നേഹമെന്ന് ആക്ഷേപിക്കാനുള്ള ഇട നൽകരുത്. റോഡ് പണി നടന്ന നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ റാലി വെക്കുന്നതിന് പകരം നല്ല റാഹത്തായി വിളംബരത്തിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രൗഢമായ വിധത്തിൽ ആഘോഷിക്കണം. ഇപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അസാധാരണമായ ട്രാഫിക് ജാമുകളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയല്ല നമ്മൾ റാലിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. സുഗമമായി നമുക്ക് റാലി നടത്താൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഅ്ലാൻ ചെയ്ത് ലോകത്തോട് പറയാൻ പറ്റുന്ന ഇടങ്ങളായി ഈ റബീഇന്റെ ഓരോ സമയത്തും സായാഹ്നങ്ങളും പ്രഭാതങ്ങളും മാറണം. നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്യണം, സ്ഥാപനങ്ങളിൽ മൗലിദ് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ലോകത്തോട് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനു മുമ്പ് നമ്മൾ അറിയണം നമ്മുടെ നേതാവ് ആരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണേ മുഹമ്മദുർ റസൂലുള്ളാഹി